പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനം ധ്യാന കേന്ദ്രത്തിനകത്താണ് ഞാനിപ്പോഴുള്ളത്. ഓരോ ദിവസവും അനേകായിരങ്ങളാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ കൃപാസനം മാതാവിനോട് തങ്ങളുടെ ദുഃഖദുരിതങ്ങളെ സമർപ്പിച്ച് അവയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന കൊച്ചു പട്ടണത്തിലെ NH റോഡിനോട് ചേർന്നുള്ള കൃപാസനം ധ്യാന കേന്ദ്രം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ധ്യാനങ്ങളും അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും ഇവിടെ നടത്തപ്പെടുന്നു. ഇവിടുത്തെ പ്രത്യേകത, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സമയ ചുരുക്കവും അതുപോലെ തന്നെ നമ്മൾ ഏത് ദേശത്തിരുന്നാലും മാതാവ് അവിടത്തേക്ക് സഞ്ചരിച്ച് എത്തുന്ന ഒരു സഞ്ചാരി മാതാവ് കൂടിയാണ് ഈ ദേവാലയത്തിലെ കൃപാസനം മാതാവ്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മാതാവിൻ്റെ ശക്തമായ പ്രത്യക്ഷം ഈ ദേവാലയത്തിൽ 2004 ഡിസംബർ 7 മുതൽ നിലനിൽക്കുന്നു. അന്നാണ് ഈ ദേവാലയത്തിൽ പരിശുദ്ധ കൃപാസന മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടത്, ഈ പുണ്യഭൂമിയെ അനുഗ്രഹീതമാക്കിയതും. അന്നു മുതൽ ഇന്നോളം ഈ കൊച്ചു ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ കണക്ക് എടുത്താൽ വർണ്ണനീയമാണ്. അത്രമാത്രം ജനങ്ങളാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. തങ്ങളുടെ ദുഃഖദുരിതങ്ങളെ, വേദനകളെ, രോഗങ്ങളെ, കടബാധ്യതകളെ, പരീക്ഷകളെ തരണം ചെയ്യാൻ വേണ്ടി അമ്മ മാതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ അമ്മ നടത്തി തരുന്ന ഒരു ശക്തമായ അനുഭവം ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ജനങ്ങൾ ഈ മാതാവിനെ കണ്ടുവണങ്ങുന്നതിനായി കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും ഈ കൊച്ചു ദേവാലയത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നാം കാണുന്നതാണ് കൃപാസനം ദേവാലയത്തിലെ അൾത്താര. യേശുവിൻ്റെ ക്രൂശിത രൂപം കാണാം. അതിനടുത്ത് തന്നെ കൃപാസന മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു അത്ഭുത തിരുസ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും. ഈ അമ്മ മാതാവ് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഓരോ ദിവസം ഇവിടെ നിന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ, അവ ബുദ്ധിക്കും യുക്തിക്കും അതീതമായി വിശ്വാസത്തിൽ അടിയുറച്ച ദൈവിക ജ്ഞാനത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. അസാധ്യമെന്ന് നാം കരുതുന്ന ഓരോ നിയോഗങ്ങളും നമുക്ക് നടന്നു കിട്ടുന്നത് വിവരിക്കാൻ കഴിയുന്നതല്ല. അത്രമാത്രം ശക്തമായ സാന്നിധ്യമാണ് മാതാവ് തൻ്റെ ഭക്തജനങ്ങൾക്കായി ഇവിടെ നൽകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന കൃപാസനം ഉടമ്പടി ആദ്യമായിട്ടെടുത്തവർ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി സത്യപ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കാനായിട്ട് എത്തിയിട്ടുള്ളവരാണ്. ഇപ്പോൾ നാം കാണുന്നത് ഒരു സാക്ഷ്യം പറയുന്ന ഒരു യുവതിയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ മാതാവിൻ്റെ മുമ്പിലുള്ള ഈ സാക്ഷ്യം ഓരോ ഭക്തജനങ്ങളെയും ഇവിടേക്ക് അടുപ്പിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക വഴി ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കൂടിയാണ് മറ്റു വിശ്വാസികളിലേക്ക് പകരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷ്യങ്ങൾക്ക് ഇത്രയും വിലയുള്ളതും. നമുക്ക് അമ്മ മാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ എന്തു തന്നെയാകട്ടെ അവ ഇപ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. നാനാജാതി മതസ്ഥരാണ് ഈ ദേവാലയത്തിലെത്തുന്നത്. ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ യാതൊരു
വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ, പണ്ഡിതനോ പാമരനോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാവർക്കും അമ്മ മാതാവ് തുല്യത കൽപ്പിക്കുന്നു. അതുതന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത. തൻ്റെ ഭക്തജനങ്ങൾ തൻ്റെ സ്വന്തം മക്കളാണ് എന്ന് കരുതി അമ്മ മാതാവ് ഇവിടെ അവർക്കായി അനുഗ്രഹങ്ങൾ തൻ്റെ പ്രിയപുത്രനായി യേശുവിൽ നിന്ന് വാങ്ങി നൽകുന്നു. അതിനൊരു മധ്യസ്ഥം വഹിക്കുന്നു എന്ന് മാത്രം. അതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത. നമ്മൾ ഉടമ്പടി കർത്താവായ യേശു മുഖേനയാണ് നടത്തപ്പെടുന്നത്. അതിനൊരു മാധ്യസ്ഥ ശക്തി, ചാലക ശക്തി എന്നോണം പരിശുദ്ധ കൃപാസനം അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടിലെ ദുരിതാവസ്ഥ മനസ്സിലാക്കി അമ്മ മാതാവ് തൻ്റെ പ്രിയപുത്രനോട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആദ്യമായി ആവശ്യപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ കാണാവുന്നതാണ്. അമ്മയുടെ വാക്കുകേട്ടാണ് പ്രിയസുതൻ അവിടെ അത്ഭുതകരമായ ആ കൽഭരണികളെ തൻ്റെ അത്ഭുത പ്രവൃത്തിയാൽ ഏറ്റവും പരിശുദ്ധമായ വീഞ്ഞാക്കി മാറ്റിയത്, ആ വീടിൻ്റെ ദുരിതാവസ്ഥ അകറ്റിയതും. ഇതാണ് കൃപാസന മാതാവ് ബഹുമാനപ്പെട്ട ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ രൂപത്തിലുള്ള ഒരു സ്റ്റാച്ചു ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അമ്മ മാതാവിൻ്റെ ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു ചിഹ്നമാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ അന്ന് ദർശിക്കാനായത്. ഈ രൂപം തിരുസഭയുടെ പ്രത്യേകമായ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. വളരെ ഭക്തി ചൈതന്യം തുളുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ കൊച്ചു തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്ന അത്ഭുത കിണറാണ്. ഈ കിണറ്റിലെ വെള്ളം വിശുദ്ധ ജലമായി ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ച് കുടിക്കുക വഴി അവർക്ക് അനേകം രോഗസൗഖ്യങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ഭക്തർ ഈ ഭക്ത സ്ഥലത്തു നിന്നും ശേഖരിച്ച ജലം വീടുകളിൽ കൊണ്ടുപോയി തങ്ങളുടെ നിയോഗ ഉടമ്പടിക്ക് ശക്തി പകരുവാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് കൃപാസനം കൗണ്ടറുകളുള്ളത്. അതായത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുവാനായിട്ട് കൃപാസനം 2-ാം നമ്പർ കൗണ്ടറാണ് പോകേണ്ടത്. 3-ാം നമ്പർ കൗണ്ടറിൽ കൃപാസനം ഉടമ്പടി വീണ്ടും പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ്. 4-ാം നമ്പർ കൗണ്ടറിലാണ് കൃപാസനം പത്രം ലഭിക്കുന്ന സ്റ്റാളുള്ളത്. 5-ഉം 6-ഉം കൗണ്ടറുകളിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേർച്ച വസ്തുക്കളായ മെഴുകുതിരി വാങ്ങുന്ന കൗണ്ടർ. 7-ഉം 8-ഉം കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്ക് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ അവിടെ നിന്നാണ് ലഭിക്കുക. മെയിൻ ഹാളിലാണ് കൃപാസനം ജോസഫച്ചൻ്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും കേൾക്കുക. ഇപ്പോൾ നാം കാണുന്നത് ഓഡിറ്റോറിയം, അതായത് കൗണ്ടർ നമ്പർ 11. അവിടെയാണ് പരിശുദ്ധ മാതാവിൻ്റെ വലിയൊരു തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിലാണ് കൃപാസന നേർച്ച വസ്തുക്കളായ ജപമാല, കാശുരൂപം, മാതാവിൻ്റെ ഫോട്ടോ, തേൻ, ഉപ്പ്, ബൈബിൾ എന്നീ വെഞ്ചരിക്കപ്പെട്ട തിരുവസ്തുക്കൾ ലഭിക്കുന്ന സ്ഥലം. ഇതാണ് ഓഡിറ്റോറിയത്തിലെ മാതാവിൻ്റെ തിരുസ്വരൂപം. ഇവിടെ അനേകം പേരാണ് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വണങ്ങി തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ എന്തും തന്നെയാകട്ടെ, എത്ര അസാധ്യമായ കാര്യങ്ങളുമാകട്ടെ, അവിടെയെല്ലാം അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ശക്തിപ്പെടുത്തുന്ന ഒരു
അത്ഭുത മാതാവ് തന്നെയാണ് കൃപാസനം അമ്മ. അതുതന്നെയാണ് ഈ കൊച്ചു ദേവാലയത്തെ വിശ്വപ്രസിദ്ധമാക്കിയത്. വിശ്വസിക്കുക, നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക, സാധിക്കുമെങ്കിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ച് ലഭിച്ചിരിക്കും. അത് ഒരു സത്യം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ സന്ദർശിക്കുന്ന അനേകായിരം ഭക്തജനങ്ങളിൽ കാണാൻ സാധിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ, അത് ഇവിടെ വന്ന് സമർപ്പിക്കുക. മടങ്ങി പോകുന്നത് വളരെ സമാധാനത്തോടു കൂടിയാണ്. അമ്മ മാതാവ് എല്ലാം നോക്കിക്കൊള്ളും. അതിനായിട്ട് ഒരുങ്ങേണ്ടത് നമ്മളുടെ ഹൃദയത്തിൽ വിശുദ്ധിയോടുകൂടിയാണ്. ആ വിശുദ്ധി അമ്മ മാതാവ് ഉടമ്പടി സാധ്യത ഉണ്ടാക്കി തരാൻ തൻ്റെ പ്രിയസുതനോട് പ്രാർത്ഥിക്കും, മധ്യസ്ഥം വഹിക്കും. അതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത. എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ദേവാലയത്തെക്കുറിച്ച് അറിയാത്തവർക്ക് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്രസിദ്ധപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. പരിശുദ്ധ കൃപാസന മാതാവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.